നമസ്കാരം. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന കാർ വിഭാഗങ്ങളിൽ ഒന്നാണ് സബ് 4 മീറ്റർ എസ്യുവികളുടേത്. ഈ വിഭാഗത്തിൽ കാറുകൾ പുറത്തിറക്കിയതിന് പിന്നാലെ സ്കോഡ പോലുള്ള കമ്പനിയുടെ തലവര മാറുന്നത് നാം കണ്ടിരിക്കുകയാണ്. 2025 കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ റെക്കോർഡ് വിൽപ്പനയാണ് സ്കോഡ കൈലാക് എന്ന സബ് 4 മീറ്റർ എസ്യുവിയുടെ വരവോടെ നേടിയത്. ഈ വിഭാഗത്തിൽപ്പെട്ട കാറുകളുടെ വിൽപ്പന കൂടാൻ കാരണം ഇവയ്ക്ക് താരതമ്യേന വില കുറവാണ് എന്നതാണ്. 4 മീറ്ററിൽ താഴെയുള്ള എസ്യുവികൾക്ക് നികുതി കുറയുന്നതിനാലാണ് ഇവ കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മുൻനിര കമ്പനികളും ഈ വിഭാഗത്തിൽ പുതിയ കാറുകൾ അവതരിപ്പിക്കാൻ മത്സരിക്കുകയാണ്. രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിന് ഈ വിഭാഗത്തിൽ നെക്സോൺ എന്ന പോരാളിയുണ്ട്. പെട്രോൾ, ഡീസൽ, CNG, ഇലക്ട്രിക് എന്നിങ്ങനെ 4 പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ കഴിയുന്ന ഏക കാറാണ് നെക്സോൺ. ഏറെക്കാലം ഈ സെഗ്മെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മോഡൽ കൂടിയാണ് നെക്സോൺ. ഇപ്പോൾ നെക്സോണിന് കൂട്ടായി ഈ വിഭാഗത്തിൽ പുതിയ കാർ കൂടി അവതരിപ്പിക്കാൻ ടാറ്റ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഓട്ടോകാർ ഇന്ത്യയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ടാറ്റ മോട്ടോഴ്സിന് പുത്തൻ കാറിനെ സ്കാർലറ്റ് എന്നാണ് കോഡ് നാമം നൽകിയിരിക്കുന്നത്. 7 പുതിയ കാറുകൾ 2030 ആകുമ്പോഴേക്കും വിപണിയിലെത്തിക്കാൻ ടാറ്റ പദ്ധതിയിടുന്നുണ്ട്. അതിൽ ഒന്നായിരിക്കും സ്കാർലറ്റ്. ടാറ്റയുടെ വരാൻ പോകുന്ന 7 മോഡലുകളിൽ ഒന്നാണ് സിയറ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. സിയറയെ പോലെ സ്കാർലറ്റിനും ബോക്സി ഡിസൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മിനി സിയറ ആവാനുള്ള സാധ്യതകളും കാണുന്നു. ആവശ്യമെങ്കിൽ സ്കാർലറ്റ് മോഡലിന്റെ ഇലക്ട്രിക് പതിപ്പും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കും. IC എഞ്ചിനും ഇലക്ട്രിക് പവർ ട്രെയിനുകളെ പിന്തുണയ്ക്കുന്ന ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിലായിരിക്കും ടാറ്റ സ്കാർലറ്റ് നിർമ്മിക്കുക. എന്നാൽ ഇതിനെ സാങ്കേതിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒരു കാർ പുറത്തിറക്കുമ്പോൾ അതിനെ എവിടെ പ്രതിഷ്ഠിക്കുന്നു എന്ന കാര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ സബ് 4 മീറ്റർ SUV വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഇതിനോടകം നെക്സോൺ എന്ന മോഡൽ വിൽക്കുന്നുണ്ട്. അതേ വിഭാഗത്തിൽ മറ്റൊരു പുതിയ കാർ വന്നാൽ ടാറ്റ നെക്സോന്റെ വിൽപ്പന കുറയാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നം ഒഴിവാക്കാൻ ടാറ്റ സ്കാർലറ്റിനെ ലൈഫ് സ്റ്റൈൽ SUV വിഭാഗത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. അതിനാൽ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരു ലൈഫ് സ്റ്റൈൽ കാർ പ്രതീക്ഷിക്കുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സ്കാർലറ്റിലൂടെ കഴിഞ്ഞേക്കും. അതോടൊപ്പം ടാറ്റ നെക്സോണിന്റെ വിൽപ്പന കുറയാതെ നോക്കാനും സാധിക്കും. പുതിയ ടാറ്റ കാറിന്റെ വരവ് മാരുതി സുസുക്കി ബ്രെസ പോലുള്ള ഇന്ത്യയിലെ ജനപ്രിയ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVകൾക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV വിഭാഗത്തിൽപ്പെടുന്നതിനാൽ ടാറ്റ സ്കാർലറ്റിന് കുറഞ്ഞ വിലയായിരിക്കും നൽകിയേക്കുക. SUVകൾക്ക് അനുകൂലമായ ട്രെൻഡ് നിലനിൽക്കുന്നതിനാൽ സ്കാർലറ്റിന്റെ വരവ് ടാറ്റയുടെ മൊത്തം വിൽപ്പന കൂട്ടാൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വരും മാസങ്ങളിൽ ഏതായാലും ടാറ്റ ഈ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിക്കുക.